നമസ്കാരം. ഇപ്പോൾ വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ശക്തമായിരിക്കുകയാണ്. അത് ശക്തമായി തന്നെ തുടരുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതവും അതുകൊണ്ട് തന്നെ ദുരിതത്തിലാണ്. എന്നാൽ ഇതാ അവർക്ക് വേണ്ടുന്ന ജാഗ്രതാ നിർദ്ദേശം പങ്കുവെക്കുകയാണ് മന്ത്രി എം.ബി. രാജേഷ്. വന്യമൃഗശല്യം ഒഴിവാക്കാൻ വേണ്ടി മന്ത്രി നൽകുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്: വനാതിർത്തികളിലുള്ള വീടുകളിൽ കന്നുകാലികളെ വിതരണം ചെയ്യുന്നത് കുറയ്ക്കണം. അത് കുറച്ചാൽ അവയെ പുലിയും കടുവയും പിടിക്കില്ലല്ലോ. നല്ല വിചിത്രമായ നിർദ്ദേശമാണ് മന്ത്രി എം.ബി. രാജേഷ് പങ്കുവച്ചിരിക്കുന്നത്. തദ്ദേശ പ്രതിനിധികൾ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. കാടിറങ്ങി വരുന്ന കടുവയും പുലിയും വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത് പതിവാണെന്ന് പറഞ്ഞപ്പോഴായിരുന്നു മന്ത്രിയുടെ പരാമർശം. വനാതിർത്തികളിൽ ജനങ്ങൾ താമസിക്കേണ്ടി വരുന്നത് സ്ഥിര ജോലിയല്ല, അത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ്. അവിടെ കൃഷിയും കന്നുകാലി വളർത്തലുമാണ് അവരുടെ പ്രധാന വരുമാന മാർഗം. അതുകൊണ്ട് തന്നെ അതൊന്നും കുറയ്ക്കാനും സാധ്യമല്ല. ഇതൊന്നും അറിയാത്ത തൊഴിലാളി വർഗ നേതാക്കളാണ് പ്രബുദ്ധ കേരളത്തിന്റെ മന്ത്രിമാർ. പിന്നെ മുതലാളിത്വത്തിനെതിരെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ആഞ്ഞടിച്ചേക്കണം, അത് മറക്കാനും പാടില്ല. ആദ്യം വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ നിന്ന് UDF MLA-മാരായ ടി സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോയിരുന്നു. മന്ത്രിമാരായ എം.ബി. രാജേഷ്, A.K. ശശീന്ദ്രൻ, K. രാജൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് പ്രതിനിധികളുടെ യോഗം നടത്തിയത്. ഞാനൊന്ന് പറയട്ടെ, ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ. കാരണം കോൺഗ്രസ് ആകട്ടെ, കമ്മ്യൂണിസ്റ്റ് ആകട്ടെ, ഈ പാർട്ടിയിലുള്ള സകല മന്ത്രിമാരും ഇത്തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള പല പല നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചുകൊണ്ട് ബുദ്ധിജീവി ചമഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, തിമിരം വരുന്നത് കൊണ്ട് കണ്ണു കുത്തി പൊട്ടിക്കണമെന്നും, കടുവ ആക്രമണം കുറയ്ക്കാൻ ഇപ്പോൾ നമ്മൾ എം.ബി. രാജേഷ് പറഞ്ഞത് കേട്ടു, കന്നുകാലി വിതരണം കുറയ്ക്കണമെന്നും, തമിഴ്നാട്ടിൽ നിന്നുള്ള അരി വരുന്നത് കൊണ്ട് ഇവിടെ കൃഷി ചെയ്യേണ്ട എന്നും, ചൈനയെ പ്രതിരോധിക്കാൻ നോർത്ത് ഈസ്റ്റ് വികസിപ്പിക്കരുതെന്നും ഒക്കെ പറയുന്ന മന്ത്രിമാർ നമുക്കുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാവരും കണക്കാ എന്ന് തന്നെ പറയേണ്ടി വരും. അത്യാഡംബരത്തിൽ ജീവിക്കുന്ന മന്ത്രിമാർക്ക് അന്നന്നത്തെ ഭക്ഷണത്തിനായി മുറവിളി കൂട്ടുന്ന സാധാരണക്കാരിലും സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ, കർഷകരുടെ അവസ്ഥ, അതൊന്നും തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അവരെന്നും ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായ നിർദ്ദേശങ്ങൾ പങ്കുവച്ചുകൊണ്ടേയിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.